നമസ്കാരം. പലപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്തുകൊണ്ട് ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഗുണപ്രദമായ നല്ല കാര്യങ്ങളും ദോഷം ചെയ്യുന്ന ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളും എല്ലാം. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നതിലേക്കുള്ള ഒരു ചെറിയ വെളിച്ചം വീശലാണ് ഈ വീഡിയോ. ദ ലോ ഓഫ് കർമ്മ. അതെ, അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹിന്ദുയിസം, സിഖിസം, ജൈനിസം, ബുദ്ധിസം ഈ 4 മതസ്ഥരും വിശ്വസിക്കുന്ന ഒരു ലോ അഥവാ നിയമമാണ് ദ ലോ ഓഫ് കർമ്മ. മറ്റ് പല മതസ്ഥർക്കും ഇതിൽ വലിയ വിശ്വാസം ഇല്ലെങ്കിലും അവർക്ക് ഇതിനോട് ചേർത്ത് പിടിക്കാവുന്ന മറ്റൊരു നിയമമുണ്ട്. ദ ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്. കാരണവും ഫലവും. ദ പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റി എന്നും പറയും. നമുക്ക് ഇതൊന്ന് വിശകലനം ചെയ്യാം. എന്താണ് ദ ലോ ഓഫ് കർമ്മ? ദ ലോ ഓഫ് കർമ്മ സേസ് whatever you put forth into the universe, good or bad, you will get it back. നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തിരികെ ലഭിച്ചിരിക്കും. Your actions have consequences and those consequences will be reflected in your future experiences. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രത്യാഘാതമുണ്ട്. അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ പ്രതിഫലിക്കും എന്ന്. ധമ്മപദയിൽ ബുദ്ധവചനമുണ്ട്. വാട്ട് എവർ ദൗ ലൈക്കസ്റ്റ് നോട്ട് ഫോർ ദൈൻ ഓൺ സെൽഫ് ഫോർ എനി പേഴ്സൺ എൽസ് ടു ലൈക്ക് ഇറ്റ് നോട്ട്. നിങ്ങൾക്ക് സ്വയം എന്താണോ ഇഷ്ടമില്ലാത്തത് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാതിരിക്കുക. The law of cause and effect സമാന നിയമമാണ്. It says every event or phenomenon has a cause and that cause will result in a specific effect or consequence എന്ന്. ഓരോ സംഗതിക്കും പ്രതിഭാസത്തിനും ഒരു കാരണമുണ്ട്. ആ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്ന്. വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കോസ് ആൻഡ് ഇഫക്റ്റ് പരിശോധിക്കാം. 1. I did not study well. I failed in the exam. കാരണം എന്താണ്? ഞാൻ പഠിച്ചില്ല. എന്താണ് ഇഫക്റ്റ് ഉണ്ടായത്? ഞാൻ പരീക്ഷയിൽ പാസ്സായില്ല. ഇറ്റ് റെയിൻഡ് ഹെവിലി. ദ മാച്ച് വാസ് ക്യാൻസൽഡ്. മഴ നന്നായി പെയ്തു, അതുകൊണ്ട് ക്രിക്കറ്റ് മാച്ച് ആയിക്കോട്ടെ ക്യാൻസൽ ചെയ്തു. ഷീ മെയ്ഡ് വൺ ബിഗ് മിസ്റ്റേക്ക്. ഷീ ലോസ്റ്റ് ഹർ ജോബ്. അവൾ കാര്യമായ എന്തോ ഒരു തെറ്റ് ചെയ്തു ജോലി ചെയ്യുന്ന സമയത്ത്. അത് കാരണം അവൾക്ക് ജോലി നഷ്ടമായി. നോക്കൂ, കോസും ഇഫക്റ്റും മനസ്സിലാകുന്നില്ലേ? He got up late. He missed the train. അവൻ നേരം വൈകിയാണ് എഴുന്നേറ്റത്. അത് കാരണം അവന് ട്രെയിന് നഷ്ടപ്പെട്ടു. She was upset. She screamed at him. അവൾക്ക് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അവനെ ചീത്ത വിളിച്ചു. നോക്കൂ, ഓരോ ഇഫക്റ്റിനും ഒരു കോസ് ഉള്ളതായി കാണുന്നുണ്ടല്ലോ. The law of cause and effect says anything good or bad one does through his thoughts, words or senses creates an equivalent response which comes back to him sooner or later in one form or the other. ചിന്തകളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും നമ്മൾ ഓരോരുത്തരും എന്താണോ ചെയ്യുന്നത് അതിനൊത്ത പ്രതികരണം അതേ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് പറയുന്നത്. ഇതാണ് ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദ ലോ ഓഫ് കർമ്മ. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈമിലാണ് ഞാൻ ഏർപ്പെട്ടത് എന്നുണ്ടെങ്കിൽ അതേ രീതിയിലായിരിക്കില്ല എൻ്റെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലമായിട്ട് വന്നേക്കാം, ആരോഗ്യ പ്രശ്നമായിട്ട് വന്നേക്കാം. ഏത് രൂപത്തിലാണ് വരിക എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് വന്നിരിക്കും എന്നാണ് ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പറയുന്നത്. ചൈനീസ് ഫിലോസഫറായ കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡു നോട്ട് ഡു അൺ ടു അതേഴ്സ് വാട്ട് യു ഡു നോട്ട് വാണ്ട് അതേഴ്സ് ഡു അൺ ടു യു. സ്വയം ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവർക്ക് ആഗ്രഹിക്കാതിരിക്കുക. ദിസ് ഇസ് അഗെയിൻ ദ ലോ ഓഫ് കർമ്മ. ഈ കാണുന്ന ചിത്രം ഇൻ്റർനെറ്റിൽ നിന്നും കിട്ടിയതാണ്. നോക്കൂ, ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന്. അവിടെ ഇരുന്നു കൊണ്ട് ആ ബ്ലോക്കിൽ ഒരു തട്ട് തട്ടുന്നു, സ്വസ്ഥമായി ഇരിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ നോക്കൂ, ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? കുറച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഇയാളുടെ മേലെ തന്നെ വീഴും. യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്, ദ ഫ്രൂട്ട്സ് ഓഫ് ദ കർമ്മ വിച്ച് കോസ്റ്റ് ബർത്ത് may be experienced in this life or in a subsequent life or in a series of subsequent lives എന്ന്. ജന്മത്തിന് കാരണമായിട്ടുള്ള കർമ്മഫലം ഈ ജന്മത്തിലോ വരുന്ന ജന്മത്തിലോ അല്ലെങ്കിൽ ഇനി വരുന്ന പല പല ജന്മങ്ങളിലായിട്ടോ
അനുഭവിച്ചേക്കുമെന്ന്. പതഞ്ജലി മഹർഷി ഇവിടെ സൂചിപ്പിച്ച പുനർജന്മം എന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ചില റിസർച്ചുകൾ, പ്രത്യേകിച്ച് സൈക്കോളജിയിലും ന്യൂറോ സയൻസിലും ഉള്ള റിസർച്ചുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആളുകൾക്ക് ലോ ഓഫ് കർമ്മയിൽ ഉള്ള വിശ്വാസം പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ബിഹേവിയറിലേക്ക്, പ്രോ സോഷ്യൽ ബിഹേവിയറിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നു. പിന്നെ ലോ ഓഫ് കർമ്മ ശരിയാണെങ്കിലും അല്ലെങ്കിലും ദ ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് ശരിയാണ് എന്ന സൂചനകൾ ഒരുവിധം എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഖുറാനിൽ പറയുന്നു, Thou shalt receive requital and reward in just return for whatsoever thou dost. താൻ ചെയ്യുന്ന കർമ്മത്തിനുള്ള പ്രത്യുപകാരവും പ്രതിഫലവും അതേ കണക്കിന് തന്നെ തനിക്ക് ലഭിച്ചിരിക്കും എന്ന്. ബൈബിളിൽ പറയുന്നു, Do not judge and you will not be judged. Do not condemn and you will not be condemned. Forgive and you will be forgiven. Give and it will be given to you. For with the measure you use, it will be measured to you. മറ്റുള്ളവരെ വിലയിരുത്താതിരിക്കുക, എങ്കിൽ ആരും നിങ്ങളെയും വിലയിരുത്തില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അപലപിക്കാതിരിക്കുക, മറ്റുള്ളവർ നിങ്ങളെയും അത് ചെയ്യില്ല. ക്ഷമിക്കുക, എങ്കിൽ നിങ്ങൾക്കും ക്ഷമ ലഭിച്ചിരിക്കും. കൊടുക്കൂ, നിങ്ങൾക്കും ആളുകൾ പലതും തന്നിരിക്കും. നിങ്ങൾ ഏത് അളവിലാണോ ഇതെല്ലാം ചെയ്യുന്നത്, അതേ അളവിൽ തന്നെ നിങ്ങൾക്കും ലഭിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഇത് ലോ ഓഫ് കർമ്മയാണ്, ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നു, ആസ് വൺ ആക്ട്സ് സോ ഡസ് വൺ ബിക്കം. വൺ ബിക്കംസ് ഗുഡ് ബൈ ഗുഡ് ആക്ഷൻ ആൻഡ് ഈവിൽ ബൈ ഈവിൽ ആക്ഷൻ. ഒരാളുടെ കർമ്മം എങ്ങനെയാണോ അയാൾ അതനുസരിച്ച് ആയിത്തീരുന്നു. നല്ല കർമ്മം ചെയ്യുമ്പോൾ നല്ലതായി വരുന്നു, ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ദോഷം അനുഭവിക്കുന്നു. ഇത് ഫിസിക്കൽ ആക്ഷൻ മാത്രമല്ല, ചിന്തകൾക്ക് പോലും പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്ന സമയത്ത് എന്ത് കർമ്മം ചെയ്തു എന്നല്ല, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, ഇൻറ്റൻഷൻ എന്താണ്, സതുദ്ദേശത്തോടെയാണോ അത് ചെയ്യുന്നത്, അല്ല ദുരുദ്ദേശമാണോ അതിൻ്റെ പുറകിലുള്ളത്. ഇതാണ് ശരിക്കും കർമ്മയെ നിശ്ചയിക്കുന്നത്. ശ്രീബുദ്ധൻ പറയുന്നു, സോ ലോങ് ആസ് എൻ ഈവിൽ ഡീഡ് ഹാസ് നോട്ട് കാർമിക്കലി മെച്യൂർഡ്, ദ ഫൂൾ തിങ്സ് ഹിസ് ഡീഡ് ടു ബി ആസ് സ്വീറ്റ് ആസ് ഹണി. ബട്ട് വെൻ ഹിസ് ഈവിൽ ഡീഡ് കാർമിക്കലി മെച്യൂർസ്, ഹി ഫോൾസ് ഇൻ ടു അൺടോൾഡ് മിസറി എന്ന്. ചെയ്തതായിട്ടുള്ള ദുഷ്കർമ്മം തന്നിലേക്ക് തിരിച്ചെത്തുന്നതുവരെ വിഡ്ഢി വിചാരിക്കുന്നു ഞാൻ ചെയ്ത കർമ്മം തേൻ പോലെ മധുരമുള്ളതാണ് എന്ന്. പക്ഷേ അത് കാർമിക്കലി മെച്യൂർ ആകുന്ന സമയത്ത് പറയാൻ പറ്റാത്ത ദുരിതങ്ങളിലേക്ക് അവൻ വീഴുന്നു. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത്? നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ അനുഭവത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ബ്ലെയിം നീദർ മാൻ നോർ ഗോഡ് നോർ എനി വൺ ഇൻ ദ വേൾഡ്. വെൻ യു ഫൈൻഡ് യുവർ സെൽസ് സഫറിങ്, ബ്ലെയിം യുവർ സെൽസ് ആൻഡ് ട്രൈ ടു ഡു ബെറ്റർ. ആരെയും കുറ്റപ്പെടുത്തണ്ട, ദൈവത്തെയും കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുക. എങ്ങനെയാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായി നമുക്ക് ഓരോ കാര്യവും ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഹൗ ടു ന്യൂട്രലൈസ് നെഗറ്റീവ് കർമ്മ, നമ്മൾ ആർജിച്ചതായ നെഗറ്റീവായ കർമ്മഫലം എങ്ങനെ ഇല്ലാതെയാക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ കുറയ്ക്കാൻ കഴിയും. ആദ്യത്തെ പോയിന്റ്, ലേൺ ദ റിക്വയർഡ് ലെസൺസ് ഫ്രം ലൈഫ്. ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആവശ്യമാണ്. തന്നിലേക്ക് തന്നെ നോക്കണം, എന്തുകൊണ്ട് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. മെഡിറ്റേറ്റ് ചെയ്യുക, സൈലൻ്റായിരിക്കുക, എന്നിട്ട് സ്വയം വിശകലനം ചെയ്യുക. താൻ ചെയ്ത പുണ്യ പാപപ്രവൃത്തികൾ അന്വേഷിക്കുക. 2, പ്രാക്ടീസ് ഗുഡ് ഡീഡ്സ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക, ഗുണങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക്. ഉത്തരവാദിത്വ ബോധത്തോടെ ധാർമ്മികമായ പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. സത്യസന്ധമായി ചെയ്യുക, നുണ പറയാതിരിക്കുക, കളവ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട അംഗീകാരം പിടിച്ചെടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കർമ്മ ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കേണ്ടത്. 3, ഷോ മേഴ്സി ടു അതേഴ്സ്. അവോയ്ഡ് ജഡ്ജിങ്, ഇൻജോറിങ്, ബുള്ളിയിങ് ആൻഡ് ബീയിങ് ക്രൂവൽ ടു പീപ്പിൾ. ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറാതിരിക്കുക. കാരുണ്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. മനുഷ്യരോട് മാത്രമല്ല, പക്ഷി മൃഗാദികളോട് പോലും നമ്മൾ കരുണ കാണിച്ചിരിക്കണം. ഇതെല്ലാമാണ് സത്കർമ്മയുണ്ടാക്കാനുള്ള നല്ല മാർഗങ്ങൾ. 4, ഡൊണേറ്റ്. ദാനധർമ്മങ്ങൾ ചെയ്യുക. പണം കൊണ്ട് മാത്രമല്ല, ഭക്ഷണം കൊടുക്കാം,
വസ്ത്രങ്ങൾ കൊടുക്കാം, പാർപ്പിടം നൽകാം. ഇതെല്ലാം നമുക്ക് ദാനധർമ്മങ്ങളിൽ പെടുത്താവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാർമിക് ഇഫക്ട്സ് കുറയുകയും പോസിറ്റീവായിട്ടുള്ള കർമ്മ ഉണ്ടാവുകയും ചെയ്യും. ഫൈനലി 5, യൂസ് ദ ലോ ഓഫ് ഫോർഗിവ്നെസ്. ക്ഷമിക്കാൻ പഠിക്കുക. നമ്മളോട് തെറ്റ് ചെയ്ത പലരും ഉണ്ടാവും. അവരെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവരെയും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. കാരണം അവരെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാർമിക്കലി നമുക്കാണ് കൂടുതൽ. ദെയർഫോർ ഇറ്റ് ഈസ് ബെറ്റർ ടു ഫോർഗിവ്. ഇങ്ങനെ ഒരു കൊട്ടേഷൻ കാണുന്നുണ്ട്. ഇത് ബുദ്ധൻ പറഞ്ഞതല്ല, എങ്കിലും നന്നായി തോന്നി. കർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ ബേർഡ് ഈസ് അലൈവ് ഇറ്റ് ഈറ്റ്സ് ആൻസ്. വെൻ ദ ബേർഡ് ഈസ് ഡെഡ് ആൻസ് ഈറ്റ് ദ ബേർഡ്. ടൈം ആൻഡ് സർക്കംസ്റ്റൻസ് ക്യാൻ ചേഞ്ച് അറ്റ് എനി ടൈം. പക്ഷി ജീവിച്ചിരിക്കുമ്പോൾ എറുമ്പുകളെ കഴിക്കുന്നു. അതേ പക്ഷി ചത്തു വീഴുമ്പോൾ എറുമ്പുകൾ അതിനെ കഴിക്കുന്നു. സമയവും സാഹചര്യവും എപ്പോഴാണ് മാറുക എന്ന് പറയാൻ കഴിയില്ല. ഡോണ്ട് ഡിവാല്യൂ ഓർ ഹേർട്ട് എനിവൺ ഇൻ ലൈഫ്. യു മേ ബി പവർഫുൾ ഇൻ ലൈഫ്, ബട്ട് റിമെമ്പർ ടൈം ഈസ് മോർ പവർഫുൾ ദാൻ യു. ആരെയും വില കുറച്ച് കാണാതിരിക്കുക, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. നിങ്ങൾ ഇപ്പോൾ പവർഫുൾ ആയേക്കാം, പക്ഷേ സമയം എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ പവർഫുള്ളാണ്. 1 tree makes a million matchsticks, but only 1 matchstick is needed to burn a million trees. So be good and do good. ഒരു വൃക്ഷം കൊണ്ട് ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കൊള്ളികൾ നമുക്കുണ്ടാക്കാൻ കഴിയും. പക്ഷേ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി ഈ വൃക്ഷങ്ങളെയെല്ലാം കത്തിച്ചു കളയാൻ. അതുകൊണ്ട് നല്ലത് പറയുക, നല്ലത് ചെയ്യുക, നല്ലവനാവുക. ഇന്നത്തെ പാഠം മനസ്സിൽ പതിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളിപ്പോൾ സുരക്ഷിതമായ സ്ഥലത്താണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അല്പനേരം കണ്ണുകൾ അടച്ചു വയ്ക്കുക. എന്നിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക. കർമ്മയുടെ അല്ലെങ്കിൽ ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റിൻ്റെ നിഴൽ താങ്കളുടെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ, ഒരു പിടിയും കിട്ടാത്ത ചില അനുഭവങ്ങൾ, ചില നിഗൂഢതകൾ ഉണ്ടോ ഈ ജീവിതത്തിൽ എന്ന് പരിശോധിക്കുക. Can you learn the required lessons in life? മുമ്പ് ചെയ്ത ചില തെറ്റുകൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? Reflect on your past actions. താൻ മൂലം മറ്റു ചിലർ അനുഭവിച്ച വേദനകൾ കാണാൻ കഴിയുന്നുണ്ടോ? ജീവിത പങ്കാളി, അച്ഛൻ, അമ്മ, കുട്ടികൾ, സഹോദരീ സഹോദരന്മാർ, ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ, കീഴുദ്യോഗസ്ഥർ, ആരെങ്കിലും സാരമില്ല. You have an opportunity to practice good deeds from today. ഇന്നു മുതൽ ബോധപൂർവം നന്മകൾ ചെയ്യാൻ കഴിയും. ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്, പോസിറ്റീവായ ചില നടപടികളെങ്കിലും ഇന്നു മുതൽ എടുക്കാൻ കഴിയും. മറ്റുള്ളവരെ വിലയിരുത്താതെ, കുറ്റപ്പെടുത്താതെ
വേദനിപ്പിക്കാതെ കാരുണ്യത്തിൻ്റെ പാതയിലൂടെ നടന്ന് നീങ്ങാൻ കഴിയും. ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, തന്നോട് തെറ്റ് ചെയ്തവരോടുകൂടി ക്ഷമിച്ചുകൊണ്ട്, സത്കർമ്മം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒത്തിരി സന്തോഷത്തോടെ, നന്ദിയോടെ, ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ കണ്ണുകൾ തുറക്കുക. ദ ലോ ഓഫ് കർമ്മ അല്ലെങ്കിൽ ദ ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള പാഠങ്ങൾ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വിവരം എഴുതി അറിയിക്കുക. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.